ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഏണിങ്സിന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഞാനൊരു അവയർനെസ് പ്രോഗ്രാം എന്നുള്ള രീതിക്കാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ പേര് ഷീന ഹസൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മൾ ഇപ്പം ഞാൻ 42 ആണ്. അപ്പം നമ്മളൊരു 18 ഇയേഴ്സ് മുതൽ നമ്മൾ കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പൗഡർ, SPF, സോപ്പ്, അതുപോലെ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് നമ്മുടെ ഹെൽത്ത് ആൻഡ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ കെമിക്കൽ, കുറേ ആളുകൾ ഇതറിയാതെ കെമിക്കൽസാണ്, അതായത് നമുക്ക് ആവശ്യമുള്ളതാണ്, അപ്പോൾ നമ്മളത് വാങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പം കെമിക്കൽസ് കൂടുതലുള്ളതാണോ, അതിൻ്റെ ഡീമെറിറ്റ്സ് ഒന്നും നോക്കാതെയാണ് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുള്ളതെന്ന്. സോ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യും. നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണോ അറിയേണ്ടത് ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. ഹെൽപ്പ് ലൈൻ ഉണ്ട്. സോ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ എസെൻഷ്യലിൻ്റെ റോസ്മേരിയാണ്. ഇത് 200 ml റോസ്മേരിയാണ്. നമുക്കറിയാം വേൾഡ് വൈഡ് ഹെയറിൻ്റെ തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് റോസ്മേരി ഹെയർ സ്പ്രേ ഫോർ തിക്ക് ഹെയർ എന്നാണ്, ഫോർ തിക്ക് ഹെയർ. സോ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എഡിബിളാണ്. ഇത് നമുക്ക് അത്രയും കെമിക്കൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. സോ യൂസ് ചെയ്യുമ്പം നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക. നാച്ചുറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തുങ്ങാണ്ട് അങ്ങനെ ഇത് ഉണ്ടാക്കിയതുകൊണ്ടോ ആക്കിയതുകൊണ്ടോ അതിൻ്റെ ഡിഗ്രി കാര്യങ്ങൾ ഒന്നും റെഡി ആവില്ല. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കിട്ടിയെന്ന് വരില്ല. സോ ഈ എസെൻഷ്യൽ ഹെർബൽസ് ഞങ്ങൾക്ക് 100% ഗ്യാരണ്ടി തരാൻ പറ്റും. ഇതിൽ കെമിക്കൽസ് ഇല്ല, ആൽക്കഹോൾസ് ഇല്ല, പ്രിസർവേറ്റീവ്സ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ pH ബാലൻസ് ടെസ്റ്റ് ചെയ്യുന്നത് കാണിച്ചിട്ടുള്ള നിങ്ങൾക്ക് വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. വേറെയുള്ള പ്രൊഡക്ട്സ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ട്സും ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. pH ബാലൻസ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റോസ്മേരിനെ കൊണ്ട് നമുക്ക് റോസ്മേരി മാത്രമല്ല ഹെയർ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ റോസ്മേരി തിക്ക് ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. റോസ്മേരി തിക്ക് ഹെയറിനാണ്. അതുപോലെ ന്യൂ ഹെയറിന് പെപ്പർമിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പെപ്പർമിൻറ്റ് ഹെയർ സ്പ്രേ ആണ് തിക്ക് ഹെയറിന് യൂസ് ചെയ്യുന്നത്. ന്യൂ ബോൺ ഹെയർ റോസ്മേരി സ്പ്രേ ചെയ്യുന്ന ആളുകൾക്ക് വരും. പക്ഷേ ന്യൂ ഹെയർ ആൻഡ് ബാൾനെസ് ബ്ലോക്ക് ചെയ്യുന്ന സ്പ്രേ എന്ന് പറയുന്നത് പെപ്പർമിൻ്റ് ആണ്. DHT ബ്ലോക്കർ ഉണ്ട് ഇതിൽ. സോ ഡിലേ ആക്കും, നമുക്ക് ബാൾനെസ് വരുന്ന ആളുകൾക്ക് ഡിലേ ആക്കും. പിന്നെ ബാൾനെസ് ഉള്ള ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾക്ക് ഇത് ഒരു 60-70% ആളുകൾക്ക് ഇത് എഫക്റ്റീവാണ്. പിന്നെ നമുക്ക് വരുന്നത് ഡാമേജ് ആൻഡ് റിപ്പയർ, അതായത് നമ്മളിപ്പം അധികം ആളുകളും ഹെയർ കളറ്, അതുപോലെ തന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ വോളിമൈസിങ്, അതുപോലെ തന്നെ നമ്മൾ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. സോ അങ്ങനത്തെ ആളുകളിൽ മുടി ഓൾറെഡി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർ ഡാമേജ് ആണ്. സോ പിന്നെയും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഒന്നും ബാക്കി ഉണ്ടാവില്ല. സോ നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ ഇതിലിപ്പോൾ ടീ ട്രീ സ്പ്രേ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഡാമേജ് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നന്നായിട്ട് താരാനുള്ള ആളുകളാണെങ്കിൽ, അത്യാവശ്യം അതായത് നെറ്റിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ടീ ട്രീ ആണ്. പെപ്പർമിൻ്റ് നമുക്ക് ന്യൂ ഹെയർ അതുപോലെ തന്നെ ഡിലേ ആക്കാൻ വേണ്ടിയിട്ട്, ബാൾനെസ് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട്, ഇത് ഡാമേജ് ഹെയറിന്. തിക്ക് ഹെയറിന് റോസ്മേരി എന്ന് പറയുന്നത് ജനറൽ മെഡിസിൻ ആണ്. ഇത് നമുക്ക് മൊത്തത്തിൽ ചെറുതായിട്ട് മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ മുടി ന്യൂ ബോൺ ബേബി ഹെയർ ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് റോസ്മേരി എന്ന് പറയുന്നത്. പക്ഷേ ഇതും ചില ആളുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഒരു കെമിക്കൽ പോലും ഇല്ല. ഇത് മൂന്നും യൂസ് ചെയ്തിട്ട് എഫക്റ്റ് ആവാത്ത ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതുകൊണ്ടായിരിക്കും. അല്ലാതെ നോർമൽ ഹെയർ ഫോൾസ്, അതുപോലെ തന്നെ നോർമൽ ഡാൻഡ്രഫ്, അതുപോലെ ഇച്ചിങ്, പിന്നെ സ്കാൽപ്പ് റിപ്പയർ, അതുപോലെ തന്നെ നമ്മുടെ തലയിൽ പാനൊക്കെ ഉണ്ടെങ്കിൽ പാൻ്റെ ശല്യമൊക്കെ ഇതൊക്കെ ഇതടിച്ചിങ്ങാണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പാന് കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല തലയിൽ. പിന്നെ അതുപോലെ അങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് റോസ്മേരി കൊണ്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു, 80% ആളുകൾക്കും ഇത് ഒരു സൊല്യൂഷനാണ്. അല്ലാത്ത ആളുകൾക്ക് ഒന്ന് ഡോക്ടറെ കാണിക്കുക. പിന്നെ ഇത് ഞങ്ങൾ തേച്ചിട്ട് ഇത് എഫക്റ്റ് ഇല്ല എന്ന് പറയരുത്. പിന്നെ ഇത് വാങ്ങുമ്പോൾ റോസ്മേരി ട്രേഡ് മാർക്കുള്ളതാണോ, രജിസ്റ്റേർഡ് ആണോ, അതുപോലെ കെമിക്കൽസ് ഉള്ളതാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.
നാച്ചുറലായിട്ടുള്ള പ്രൊഡക്ട്സ് വേറെ അവൈലബിൾ ആയിരിക്കും, പക്ഷെ നിങ്ങൾ കെമിക്കൽസ് കാര്യങ്ങളില്ലാത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. കാരണം പിന്നീട് അത് മറിച്ച് ഉള്ളൊരു എഫക്റ്റ് വരരുത്. ആ ഒരു കാര്യം അവെയർനെസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് നാച്ചുറലി ഉള്ള പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ എന്തിനാണ് കെമിക്കൽസ് ഉള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്? ഇതാണ് എൻ്റെ ക്വസ്റ്റ്യൻ.